MLA KC രാജഗോപാലൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം. ഈ പഞ്ചായത്തിലെ പാർട്ടിയും ഈ ഏരിയ ഇവിടെ മെഴുവേലി ജയിച്ചു തോറ്റു, പിന്നെ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത്, രാജീവ് ഗാന്ധി മരിച്ചപ്പോഴും ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത്, എല്ലാ തരംഗത്തിലും ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത് തോറ്റതെന്ന് പാർട്ടി നേതൃത്വം ശക്തമായി പരിശോധിക്കണം. പരാതി ഞാൻ കൊടുക്കും. പരാതി ഇതെല്ലാം പറഞ്ഞ് പരാതി കൊടുക്കും. ഇത്രയും കെൽപ്പ് കെട്ടവൻ മല്ലപ്പഴിശ്ശേരി പഞ്ചായത്തിൽ ഒറ്റ സീറ്റ് പോലും CPM കിട്ടിയില്ല. CPM ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത്. തോട്ടപ്പഴിശ്ശേരി പഞ്ചായത്തിലില്ല, ഏരിയ എല്ലാം പോയി. പിന്നെ ഒന്ന് എൻ്റെ വാർഡിൽ രാഷ്ട്രീയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാത്ത ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് 100-ലധികം വോട്ടിന് ഭൂരിപക്ഷമുണ്ട്. ഇവർ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് കുറയ്ക്കണം, ഈ വാർഡിൽ തന്നെ വോട്ട് കുറച്ച്. ഞാൻ വിചാരിച്ച് എനിക്കൊരു വോട്ടും മുളകുപുര സ്ഥാനാർത്ഥിക്ക് ഒരു 10-200 വോട്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്കും, 10-50 വോട്ട് ബ്ലോക്ക് സ്ഥാനാർത്ഥിക്ക് വിടുന്ന നല്ല പോലെ പ്ലാൻ ചെയ്താണ്. 11-ാം വാർഡിൽ ഞാൻ നിർത്തണമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് അവിടെ സ്റ്റാലിൻ്റെ ഏരിയ ഒരു കാര്യം കൊണ്ട് അതാണ് എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രേരിപ്പിച്ചത്. 2024 25 വയസ്സായപ്പം പാർട്ടി ഉന്നത ഘടകത്തിൽ നിന്ന് മാറണം. ഞാൻ മാറി. ഈ മൂലൂർ സ്മാരകത്തിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ശിവഗിരിക്ക് അവിടെ വിഗ്രഹം കൊണ്ട് കൊടുക്കേണ്ടതുണ്ട്. 29-ാം തീയതി പോകണ്ട, ഞാൻ പോയില്ല. 30-ാം തീയതി എന്നാൽ അതൊക്കെ ശരിയായ നിലയിലാണോ വെച്ചേക്കുന്നത് നോക്കാൻ ഞാൻ പോയി. പക്ഷേ 30-ാം തീയതി 2021 ഡിസംബർ 31 സ്റ്റാലിൻ്റെ മോനടക്കം 11-ാം വാർഡിലെ സ്ഥാനാർത്ഥി എല്ലാവരും കൂടെ ഞാൻ വയസ്സുകൊണ്ട് പോയതാണ്. എൻ്റെ അധ്വാനം പിന്നെ മലയാള തണ്ണിത്തോട്ടിലും ചിറ്റാറിലും അടക്കമുള്ള എല്ലാ പഞ്ചായത്തിലും അറിയാം. പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. ഞാൻ ശാലോണ് പടക്കം പൊട്ടിച്ചെന്ന് പറഞ്ഞു. ഒരു ചർച്ചയുണ്ടല്ലേ, ആ 11-ാം വാർഡ് സ്ഥാനാർത്ഥി അടക്കം പടക്കം പൊട്ടിച്ചു. 13-ാം തീയതി പഞ്ചായത്ത് പോയപ്പോഴും സ്റ്റാലിൻ്റെ മോനില്ലായിരുന്നു. സ്റ്റാലിൻ്റെ ജ്യേഷ്ഠൻ്റെ മോനടക്കം അവിടെ പടക്കം പൊട്ടിച്ചു. അപ്പോൾ ഇതിനകത്ത് നോക്കി എന്താ, കെൽപ്പില്ലാത്ത നേതൃത്വത്തിന്, തൻ്റെ ഇടമില്ലാത്ത നേതൃത്വത്തിൻ്റെ ഒരു പിന്നെ പിടിപ്പുകേടാണ് ഈ പഞ്ചായത്ത് പോകാനും കോഴഞ്ചേരി ഏരിയ പോകാനും കാരണം. പിന്നെ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ശബരിമല പത്മവർമ്മ, ഞാനിവിടെ പഴയ സുഹൃത്തുക്കൾ, ഒരു അപ്പുറം ഇപ്പറിക്കുന്ന ഒരു ഫോട്ടോ എൻ്റെ ഈ പഞ്ചായത്തിലെ എല്ലാ വോട്ടർമാരുടെയും വാട്സപ്പിലും ഫേസ്ബുക്കിലുമായിട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.